എയിംസ് സ്ഥാപിക്കാൻ കേരളത്തിൽ സ്ഥലം തിരക്കി നടക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഗ്ദാനം ഓർമ്മപ്പെടുത്തിയ ഒരു വയോധിക ചേർത്തല അർത്തുങ്കൽ സ്വദേശി ഉഷ എന്ന 70-കാരിക്കാണ് 3 വർഷം മുമ്പ് സുരേഷ് ഗോപി വീടിൻ്റെ ബാധ്യത ഒഴിവാക്കി തരാം എന്ന ഉറപ്പ് നൽകിയത്. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം പിന്നെ ആ വഴി പോയിട്ടില്ല. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ സുരേഷ് ഗോപി ഇങ്ങനെ ഓടി നടന്ന് വാഗ്ദാനങ്ങൾ നൽകി അവസാനം ആൾക്കാർ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് കൈമലർത്തി കാണിക്കുന്ന എത്രയോ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഈ പ്രായമായ ഈ അമ്മ, അന്ന് നല്ല ഓർമ്മയുണ്ട് ആ വാർത്ത. ഈ അമ്മ സുരേഷ് ഗോപിയെ കാത്തു നിന്ന് അവിടെ ചെന്ന് സുരേഷ് ഗോപി ഈ പശുക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ഈ അമ്മയെ വലിയ തോതിൽ ആശ്വസിപ്പിച്ച് മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വാർത്തയൊക്കെ ആക്കിയതാണ്. പിന്നീട് ആ വഴി പൊടിയിട്ട് നോക്കിയിട്ട് പോലും സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല. ഷാജി, തീർച്ചയായിട്ടും ഇതൊരു പതിവ് ശൈലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഒരു സാധാരണക്കാരിയായ സ്ത്രീ, അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വന്നതോടുകൂടിയാണ്. കാര്യം അവർക്ക് ഭർത്താവില്ല, ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു, ഭർത്താവ് ഉണ്ടാക്കി വെച്ച ബാധ്യതയാണ് വീടും സ്ഥലവും ബാങ്കിൽ പണയപ്പെടുത്തി. പക്ഷേ അതിനുശേഷം അവർക്ക് ഭർത്താവില്ലാതെ വന്നതോടുകൂടി, മകനും ഉപേക്ഷിച്ചതോടുകൂടി ജീവിക്കാൻ മറ്റു മാർഗ്ഗമില്ലാതെ വന്നതോടെ ഒരു പശുവിനെ വാങ്ങിച്ചു. അങ്ങനെ പശുക്കളായി, അങ്ങനെ ഒട്ടനവധി പശുക്കളായി. ഈ പശുക്കളൊക്കെ തന്നെ മഴയും വെയിലുമൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കുന്നൊരു അവസ്ഥ വന്നു. കുറേ പശുക്കളെ അവരോടൊപ്പം തന്നെ വീടിനുള്ളിൽ സ്വന്തം മക്കളെ പോലെ അവർ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ തന്നെ പത്രവാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും തങ്ങളുടെ പാർട്ടി അതിനെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പശുക്കളെ സ്നേഹിക്കുന്ന ഒരു വയോധിക എന്നുള്ള നിലയിൽ തന്നെ അവരെ സഹായിക്കാനായിട്ട് സുരേഷ് ഗോപി രംഗത്ത് വന്നു. അന്ന് വന്നതിന് ശേഷം പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ ഫോട്ടോ വന്നു. അന്ന് ഇവർക്കുണ്ടായിരുന്ന പശുവിൻ്റെ പേര് കല്യാണക്കുട്ടി എന്നാണ്. ഈ കല്യാണക്കുട്ടിയെ ഞാനിങ്ങ് എടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചത്. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 2 ലക്ഷം രൂപയോളം മാത്രമാണ് ആ വീടിന് ബാധ്യതയുണ്ടായിരുന്നത്. അത് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ 1 ലക്ഷം രൂപ കൊടുത്ത് അത് ഒഴിവാക്കി കൊടുക്കാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പശുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കാലിത്തൊഴുത്ത് പണിത് നൽകാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. പക്ഷേ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും പലതവണ അവർ നിരന്തരം സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ വളരെ ക്ഷുഭിതനായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പിന്നീട് അവർ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം മറ്റു പലരുടെ സഹായം കൊണ്ട് ഇപ്പോൾ ഒരു കാലിത്തൊഴുത്തൊക്കെയായി. പക്ഷേ വീടിൻ്റെ ജപ്തി, ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ മാത്രമുള്ള വീടിൻ്റെ ജപ്തി ഈ പാവപ്പെട്ട സ്ത്രീക്കിനെയും ഒഴിവാക്കി കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇവർ ഈ പാലും ഒക്കെ വിറ്റ് ജീവിക്കുന്ന, ചാണകമൊക്കെ വിറ്റ് ജീവിക്കുന്ന പൈസ കൊണ്ടാണ് ഇവരും ഇവരുടെ ഈ പശുക്കളും, ഏതാണ്ട് 7-8 പശുക്കളുണ്ട്. അവരൊരു പശുവിനെ പോലും പല ആളുകൾ വന്നും അതിന് അറവ് വിലയ്ക്ക് ചോദിച്ചിട്ട് പോലും അവർ കൊടുക്കില്ല. കാര്യം അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി വളർത്തുന്ന പശുക്കളാണ് അവയൊക്കെ. കാളക്കുട്ടിയാണെങ്കിലും പശുക്കളൊക്കെ ആണെങ്കിലും അവർ വളരെ സ്നേഹത്തോടെ വളർത്തുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് ഒരു വാഗ്ദാനം നൽകി തുച്ഛമായ ഒരു തുക അത് നൽകാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഇപ്പോൾ ഈ എയിംസിന് വേണ്ടി സ്ഥലം അന്വേഷിച്ച് ആലപ്പുഴയിൽ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു വാർത്ത വീണ്ടും ശ്രദ്ധേയമായത്. കാര്യം സ്വാഭാവികമായിട്ടും ഈ അമ്മയോട് ചോദിച്ചു, അന്ന് സുരേഷ് ഗോപി വന്നതിന് ശേഷം എന്തായി, നടപടി വല്ലതും ആയോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ഈ വഴിക്ക് അയാളെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റു പലരുടെയും സഹായം വാങ്ങിച്ചുകൊണ്ട് തൻ്റെ ബാധ്യതയൊന്ന് ഒഴിവാക്കി കിട്ടണം. മരിക്കുന്നതിന് മുൻപ് ഈ പശുക്കളെങ്കിലും മനസ്സമാധാനമായിട്ട് ജീവിക്കാനൊരു സാഹചര്യം ഒരുക്കണം. അല്ലെങ്കിൽ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് സാഹചര്യം ഉണ്ടാവും. എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അന്ന് ഉള്ള മാധ്യമങ്ങൾ മുഴുവൻ, കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അടക്കമുള്ള മാധ്യമങ്ങൾ മുഴുവൻ വന്ന് പത്രങ്ങളിലൊക്കെ 1-ാം പേജ് വാർത്തയായി വന്ന് പശുവിനെ കെട്ടിപ്പിടിക്കുന്നു, ഗോമാത എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് പോയതാണ്. 1 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ അത്രമാത്രമേ ഉള്ളൂ ഈ കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. യാതൊരു ആത്മാർത്ഥയും ഇല്ലാതെ പൊള്ളയായ കാപട്യം നിറഞ്ഞ അഭിനയം. തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന് അറിയാം സിനിമയിൽ എങ്ങനെയാണ് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം കുറച്ചധികം കാലം സിനിമയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അവിടെ ചെന്ന് പത്രമാധ്യമങ്ങളും BJPയുടെ നേതാക്കളുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത്. എന്നിട്ട് അവിടെ അമ്മ ബിസ്ക്കറ്റ്, പശുവിന് കൊടുക്കാൻ വാങ്ങി വെച്ച ബിസ്ക്കറ്റ് തന്നെ അദ്ദേഹം ആ പശുക്കൾക്കൊക്കെ കൊടുത്ത് ഫോട്ടോയിൽ ഇടം പിടിക്കുകയും പശുവിനെ ഉമ്മ വയ്ക്കുക, താലോലിക്കുക. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയി. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തുകൊണ്ട്, നേരെ മറിച്ച് ഒരു MP അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ളതല്ല, സിനിമാ നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സഹായിക്കാം. അങ്ങനെ ഒട്ടനവധി ആളുകൾ സഹായിക്കുന്നുണ്ട്. മറ്റൊരു മനുഷ്യനും അറിയാത്ത രീതിയിൽ പലരെയും സഹായിക്കുന്ന സിനിമാ നടന്മാരെയും നടികളെയും ഒക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ തീരെ മനുഷ്യത്വം എങ്ങനെ നമുക്ക് പറയാം, മനുഷ്യത്വം
തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു പ്രവൃത്തിയാണ് ഈ അമ്മയോട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഷമി. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.